വിപ്ലവം എന്നാൽ ചുവപ്പ്, ചുവപ്പ് എന്നാൽ CPM. ഇതായിരുന്നു ധാരണ. എന്നാൽ ചുവപ്പ് മാറിയിപ്പം നീലയിലേക്ക് പോയിരിക്കുകയാണ്. CPM ഇനിയൊരു നീല വിപ്ലവമായിരിക്കുമോ? അത് ബംഗാളിലുണ്ടായ ഒരു സംഭവമല്ലേ? ബംഗാളിലെ സംസ്ഥാന ഘടകത്തിലെ മെയിൻ ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജുകളിലെ ചുവപ്പ് നിറം മാറ്റിയിട്ട് നീലയാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് നീല വിപ്ലവം കാണേണ്ടി വരുമോ? ഞാനതല്ല ആലോചിക്കുന്നത്. നമ്മുടെ AP അബ്ദുള്ളക്കുട്ടി BJPയുടെ ദേശീയ ഉപാധ്യക്ഷനാണ്. അദ്ദേഹം പണ്ട് SFIക്കാരനും പിന്നെ MLAയും MP യും ഒക്കെ ആയിട്ടിരുന്നുള്ള ആളാണ്. പിന്നീട് അത് കഴിഞ്ഞ് കോൺഗ്രസ്സിലേക്ക് വന്നു, പിന്നീട് BJPയിലും എത്തി. ഇപ്പോൾ BJPയുടെ ദേശീയ ഉപാധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. അതൊരു തമാശയ്ക്ക് പറഞ്ഞതായിട്ട് അന്ന് എനിക്ക് തോന്നി, പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് വളരെ യാഥാർത്ഥ്യം ഉള്ള കാര്യമാണെന്ന്. അതായത് കണ്ണൂർ ഭാഗത്ത് നിന്ന് കുറച്ച് ബംഗാളികളെ പോലീസ് പിടിച്ചു. എന്തോ അവിടെ നാശനഷ്ടം വരുത്തി എന്നുള്ളതിൻ്റെ പേരിൽ ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പം അവർ പറഞ്ഞു, സാറേ ഞങ്ങൾ ഈ ചെയ്ത കാര്യം ഇനിയും ചെയ്യും, ഞങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് ചെയ്യും. അന്വേഷിച്ച് വന്നപ്പോൾ എന്താണ്, ഒന്നുകൂടെ ചോദ്യം ചെയ്തപ്പോൾ അതായത് അവിടെ കണ്ണൂരിലെ കവലകളിലൊക്കെ സ്ഥാപിച്ചിരുന്ന CPMൻ്റെ കൊടി ചെങ്കൊടി വലിച്ചു കീറുകയും ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്തു. എന്താ കാര്യമെന്ന് അറിയണ്ടേ? അവർ പറഞ്ഞു, സാർ ഈ കൊടിയാണ് ഞങ്ങളെ ബംഗാളിൽ ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചത്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു, ഇവിടെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയമാകുന്നു, അതുകൊണ്ടാണ് ഞങ്ങളിത് വലിച്ചു കീറിയതും തീയിട്ടതും എന്നൊക്കെ പറഞ്ഞു. അന്ന് അബ്ദുള്ളക്കുട്ടി തിരുവനന്തപുരത്ത് ഒരു വേദിയിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ട കാര്യമാണ്. അന്നതെല്ലാവരും വലിയ തമാശയായിട്ട് എടുത്തു. പക്ഷേ ഇത് ശരിയായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ബംഗാളികൾ മുഴുവൻ ഇവിടെ ഉണ്ടല്ലോ, അവർക്കും ഈ ചുവപ്പ് പലയിടങ്ങളിലും കണ്ട് ഒരു വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി. സാർ അങ്ങനെ പറയരുത്. ചെങ്കൊടി എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ ഒരു വികാരമാണ്. ചോര വീണ മണ്ണിൽ ചെങ്കൊടി എന്ന് പറയുന്ന ഒരു വികാരമാണ്. പക്ഷെ ആ വികാരത്തെയാണ് ഇപ്പൊ വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഞാനും ഈ ചെങ്കൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ കോളേജിൽ SFI പ്രവർത്തകനായിരുന്നു. 80കളിൽ നമ്മൾ SFI ആണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ വലിയ ബഹുമാനത്തോടെ നമ്മളെ നോക്കുമായിരുന്നു. നമ്മളപ്പോൾ അഭിമാനത്തോടെ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുമായിരുന്നു. നമ്മളൊക്കെ വലിയ ബുദ്ധിജീവികളാണ്. ഇടയ്ക്ക് റിയാസ് പോലും പറഞ്ഞിട്ടുണ്ട്, ചെങ്കൊടിക്ക് കീഴിൽ നിൽക്കുന്ന അണികളാണ് ഞങ്ങൾ. അതിന് തൊട്ട് പറയുകയാണ് റിയാസും റഹീം, AA റഹീം എന്നൊക്കെ പറയുന്നത് ആഗോള നേതാക്കന്മാരാണ്. അവർ പറയുന്നത് പിന്നെ കേൾക്കണം അല്ലേ? അപ്പോൾ എന്തായാലും. പക്ഷേ സാർ ഞാനൊന്ന് ചോദിച്ചോട്ടെ, CPMൻ്റെ ആശയവും ഒരു പ്രത്യയശാസ്ത്രവും ഒക്കെ അവർക്കുണ്ട്, അതവർ ഒരിക്കലും മാറില്ല. പക്ഷെ ഇത് നമ്മൾ തമാശയായിട്ട് പറയുന്നുണ്ടെങ്കിലും ചെങ്കൊടിക്ക് എന്താ അവർ ഇപ്പോൾ വില കൽപ്പിക്കുന്നത്? ചെങ്കൊടി എന്ന് പറയുമ്പം അവരുടെ രക്തസാക്ഷിയുടെ ഒരു ഭാഗമാണ്. രക്തസാക്ഷി എന്ന് പറയുമ്പോഴാണ് അവർ ചെങ്കൊടി എന്ന് പറയുന്നത് ഉയർത്തി കാണിക്കുന്നത് അല്ലേ? CPM പാർട്ടി എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും അങ്ങനെയാണ്, രക്തസാക്ഷിത്വത്തിന് വില കൽപ്പിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ്. സ്വന്തം ജീവൻ ത്യജിച്ചും അതെ, അതിൽ നിന്നാണ് ആ ചെങ്കൊടി ഉയർത്ത് വന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ആ ചെങ്കൊടി ഇപ്പം നീല ആക്കുമ്പോൾ ഇവർ പറയും, ഗോവിന്ദൻ മാഷ് ഇന്ന് പറയുന്ന കുറേ വാക്കുകളുണ്ട്, ചെങ്കൊടിക്ക് ചുവപ്പിന് വലിയ പോസിറ്റിവിറ്റി ഒന്നും ഇല്ലാന്ന്. ചുവപ്പിന് വലിയ പോസിറ്റിവിറ്റി ഇല്ലാന്ന്. രണ്ടാമത് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ ചെങ്കൊടി, നിങ്ങൾക്ക് CPM എന്ന് പറഞ്ഞ പാർട്ടിയെ പറ്റി എന്തറിയാം? ചെങ്കൊടിയാണോ പാർട്ടി? ഇതൊക്കെയാണ് ഗോവിന്ദൻ മാഷ് ചോദിക്കുന്നത്. മാത്രമല്ല, നീലയെന്ന് പറയുന്ന കുറച്ച് യുവതലമുറയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്, ആകർഷണമാണ്. ചെങ്കൊടിയൊന്നും ആകർഷിക്കത്തൊന്നുമില്ല. അതൊക്കെ പോയി, ആ കാലം പോയി. ഇതിനൊക്കെ എന്ത് മറുപടിയാണ് സാർ? നീല അത്ര ആകർഷണമാണ്. നീല ആകർഷണമാണ്. ഇപ്പം ചെങ്കൊടി ആരെയും ആകർഷിക്കുന്നില്ല. ചെങ്കൊടി ആരെയും ആകർഷിക്കുന്നില്ല. അത് എവിടെയാണ് പാകപ്പിഴ വന്നത്? ചെങ്കൊടി യുവതലമുറയെ ആകർഷിക്കാത്തതിന്റെ ഉത്തരവാദിത്വം ആരാണ്? അത് ചെങ്കൊടി കാണുമ്പോൾ തന്നെ ഇവരോട് മുഴുവൻ കലി ഇളകുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ ചെങ്കൊടി മാറ്റണമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇനി അത് ഇരുന്ന് കഴിഞ്ഞാൽ വോട്ട് കിട്ടാതാകും. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുന്ന് വന്നിട്ടുള്ള ഈ ബംഗാളി അതിഥി തൊഴിലാളികൾ ഇത് മുഴുവൻ കത്തിച്ച് കളയും.
അവർ ചിലപ്പോൾ AKG സെൻറ്റർ കൂടെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. കാരണം ഇവർക്കിവിടെ മാത്രമാണ് ഒരു പച്ച തുരുത്ത്. അത് ഇനിയിപ്പോൾ മൂന്നാം വട്ടവും അധികാരത്തിൽ വരും. കാവി പുതച്ച് നിൽക്കും. അതിനും നമ്മുടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞു. സാർ അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞു. ചുവപ്പ് ബിൽഡിങ്ങിനൊക്കെ വന്ന ഒരു ഭംഗി കാണത്തില്ല അത്രേ. അത് ഈ പറഞ്ഞതുപോലെ ഈ കാലാനുസൃതമായ മാറ്റം വരുത്തണമല്ലോ. ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, CPM അങ്ങ് ചുവപ്പ് മാറ്റിയിട്ട് നീലയാക്കിയാൽ എന്താ കുഴപ്പം? കുഴപ്പമില്ല, കാലത്തിനനുസരിച്ച് മാറിക്കോട്ടെ. അല്ലാതെ CPM എന്ന് പറഞ്ഞാൽ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ചുവപ്പിൽ തന്നെ ആകണമെന്നൊന്നും ഇല്ലല്ലോ. പണ്ട് EP ജയരാജൻ പറഞ്ഞില്ലേ, പരിപ്പോടെയും കട്ടൻ ചായ എന്നൊക്കെ പറയുന്നത് അത് പഴയ കാലത്താണ്. ഇപ്പം അങ്ങനൊന്നും അല്ല. ഇപ്പം 5 സ്റ്റാറിലൊക്കെ ഇരുന്നാണ് ചായ കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ കട്ടൻ ചായയും പരിപ്പോടെ അതൊക്കെ പോയി. അതോ സാർ ചുവപ്പിനി വല്ല ശനിദശ വല്ലതും തുടങ്ങിയോ? ചുവപ്പ് കാണുന്ന ഉടനെ ചില കാളകൾക്കൊക്കെ AKG സെന്ററിന്റെ ഉദ്ഘാടനം പാലുകാച്ചൽ 10ാം ഉദയത്തിനാ. അതൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാർട്ടി. 10ാമത് പറയുന്നത് വലിയൊരു വിശേഷ ദിവസമാണ്. വിഷുവിൻ്റെ അന്ന് മുതൽ അല്ലേ 10ാമത്തെ ദിവസം. അത് 10ാം ഉദയം ആണ്. അത് പല ക്ഷേത്രങ്ങളിലും അന്ന് വലിയ പ്രത്യേക ചടങ്ങുകളും ഉത്സവവും ഒക്കെ നടത്തുന്നുണ്ട്. കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഈ AKG സെൻറ്റർ എന്ന് പറഞ്ഞത് നിലവിലുള്ള AKG സെൻറ്റർ അല്ല, പുതുതായിട്ട് വന്നിരിക്കുന്ന, അതായത് ഇവർക്ക് ഏറ്റവും കൂടുതൽ നല്ല ആസ്തിയുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഈ കേന്ദ്രത്തിൽ കുറേ പേരുണ്ടല്ലോ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും CPM-ൻ്റെ ഇപ്പം ജനറൽ സെക്രട്ടറി യെച്ചൂരി ആയിരുന്നു. ഇനിയിപ്പോൾ പുതിയ ആൾ വരാൻ പോകുന്നേ ഉള്ളൂ. മധുര കോൺഗ്രസ് കഴിയുമ്പോൾ ആയിരിക്കും പുതിയ ആൾ വരുന്നത്. ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വേണം കഞ്ഞിയും പയറും കുടിച്ച് അവിടെ കിടക്കാൻ അവർക്ക്. കേരളത്തിലെ പൈസയാണ്, അല്ലാതെ വേറെ എവിടുന്നാണ്? ബംഗാളിലെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളൊക്കെ അടച്ചു പൂട്ടി. ഇല്ല, അവിടെ വംശനാശം നേരിട്ടു. ഇത് അതിശയോക്തിയൊന്നും പറയുകയല്ല, ഉള്ള കാര്യമാണ്. അവിടെ ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ തൃണമൂലാണ്. തൃണമൂലും BJP-യുമായിട്ടുള്ള മത്സരമാണ്. 2026 കേരളത്തിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അവിടെയും നടക്കും. തൃണമൂലും ഇവരുമായിട്ട് BJP-യുമായിട്ടുള്ള കടുത്ത മത്സരമായിരിക്കും. തൃണമൂൽ കോൺഗ്രസ് മറ്റ് പലയിടങ്ങളിലേക്കുമൊക്കെ കയറാൻ ശ്രമിച്ചെങ്കിലും വേണ്ട തരത്തിലൊന്നും ശക്തിപ്പെട്ടില്ല. ബംഗാളിലാണ് അതിൻ്റെ ശക്തി കേന്ദ്രമായിട്ട് മാറിയിട്ടുള്ളത്. ഇപ്പം ആം ആദ്മി പാർട്ടിയാണെങ്കിൽ ഡൽഹി കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചാബ് പിടിച്ചു, പിന്നെ അവർ ചില സംസ്ഥാനമൊക്കെ നോട്ട വിട്ടു, ഗോവയൊക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഡൽഹിയും പോവുകയും ചെയ്തു. അങ്ങനെ അങ്ങോട്ട് പടർന്നങ്ങ് കയറാൻ തുടങ്ങിയിട്ടില്ല തൃണമൂലിന്. പിന്നെ കേരളത്തിൽ ഒരാളുണ്ട്, അൻവറുണ്ട്. അദ്ദേഹം അതിലാണ് പോയി ചേർന്നത്. അല്ലാതെ അവിടെ CPM ഒക്കെ പോയി ഇല്ലാതായി പോയി എന്നുള്ളതാണ്. പിന്നെ ത്രിപുരയിൽ എവിടെ ഇരിക്കുന്നു? അവിടെയും സ്ഥിതി ഇത് തന്നെ, BJP അല്ലേ. ഇനിയിപ്പോൾ കേരളമാണ്. കേരളത്തിലും അധികം വൈകാതെ ഇനിയിപ്പോൾ അടുത്ത തവണ ഉണ്ടാകും എന്നുള്ള രീതിയിൽ അവർ മുമ്പോട്ട് പോകുന്നു. പക്ഷേ UDF വേറൊരു തരത്തിലുള്ള പ്രതീക്ഷയോടും കൂടി നിൽക്കുകയാണ്. ഏതായാലും ചുരുക്കി പറഞ്ഞ CPM-ന്റെ ശനിദശയൊക്കെ മാറ്റാനായിരിക്കും ഈ ഒരു കളർ അവര് നോക്കിക്കഴിഞ്ഞപ്പോൾ, പ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോൾ കൊടി മാറ്റണം എന്ന് തീർച്ചപ്പെടുത്തി കാണും. എന്തായാലും മാറ്റട്ടെ. കൊടി ഏത് മാറിയാലും ഈ സഹാക്കന്മാർ മാറുന്നില്ലല്ലോ, അതങ്ങനെ തന്നെ നിൽക്കുകയല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.